നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ 20th സെഞ്ചുറി മലയാളം ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷനിൽ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 1-ൽ നിന്ന് നമുക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. മൊഡ്യൂൾ 1-ൽ നിന്ന് ഹൗസ് വൈഫ് ആരെഴുതി, അതുപോലെ തന്നെ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക്സിൻ്റെ എല്ലാം ഓഥേഴ്സിൻ്റെ പേര് നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഓരോ വർക്കിലെയും തീമും അറിഞ്ഞു വെക്കുക. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഓഥറിൻ്റെ പേര് അല്ലെങ്കിൽ തീം എന്താണെന്നും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മോഡേൺ മലയാളം പോയട്രി എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ടു വിച്ച് പീരീഡ് ഡസ് ദ ബിഗിനിങ് ഓഫ് മോഡേൺ മലയാളം പോയട്രി ബിലോങ് എന്നുള്ളത് ചോദിക്കാം. പിന്നെ കണ്ടംപററി മലയാളം പോയട്രിയുടെ 2 മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിക്കാം. അതുപോലെ തന്നെ അഡ്വെന്റ് എന്നുള്ള പോയത്തിനകത്തുള്ള സെൻട്രൽ ഇമേജറി എന്താണ്, ദ കുക്കിംഗ് പോട്ട് ആൻഡ് ദ സിക്കിളിനകത്തുള്ള സോഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, സുഗതകുമാരിയുടെ 2 കോൺട്രിബ്യൂഷൻസ് അതായത് അവരുടെ 2 വർക്ക്സ് എന്താണെന്ന് ചോദിക്കാം. ആൻഡ് അതുപോലെ തന്നെ റോൾ ഓഫ് ബാലാമണി അമ്മ അത് ചോദിക്കുമ്പോൾ പിന്നെ ആ റൈറ്ററിൻ്റെ വർക്കിനെ കുറിച്ചും ഒക്കെ എഴുതുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്കിനെ കുറിച്ചും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്നും എഴുതുക. പിന്നെ ദ സ്നേക്സ് ഹാവ് ഹോളോസ് എന്നുള്ള വർക്കിനകത്തുള്ള കൺസേൺ, അതിനകത്ത് വരുന്ന ഓതർ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന കൺസേൺ എന്താണെന്ന് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഗൂർഖ എന്നുള്ള പോയത്തിനകത്തുള്ള എന്താണ് തീം അല്ലെങ്കിൽ എന്താണ് അവിടെ അതിനകത്ത് ഹാപ്പൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഇമേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ആൻഡ് എവല്യൂഷൻ ഓഫ് മോഡേണിസം ഇൻ മലയാളം പോയട്രി. പിന്നെ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ബാലാമണി അമ്മയും ഇടശ്ശേരി ഗോവിന്ദൻ നായറിനെയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. നേച്ചറിൻ്റെ ഇമേജറി എങ്ങനെയാണ് വർക്കിനകത്ത് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ കണ്ടംപററി മലയാളം പോയറ്റിക് സ്റ്റൈലിൽ ഡി വിനയചന്ദ്രൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിക്കാം. മലയാളം പോയട്രിയുടെ ഗ്രോത്ത് ആൻഡ് എവല്യൂഷൻ ഓഫ് കോഴ്സ്. ആൻഡ് നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് തീം, ഇമേജറി ആൻഡ് ടെക്നിക്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള 3 പോംസിനെ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോംസിനെ കമ്പയർ ചെയ്യാൻ അതും ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ജെൻഡർ, ലേബർ, മാർജിനാലിറ്റി ഇതെങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക്സിനകത്ത് റൈറ്റേഴ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതെന്നും പറഞ്ഞ് 15 മാർക്സ് ആയിട്ടും ചോദിക്കാം. പിന്നെ മൊഡ്യൂൾ 2-ൽ നിന്നാണെന്നുണ്ടെങ്കിൽ വീണ്ടും സ്പെക്ട്രൽ സ്പീച്ച്, അതിൻ്റെയൊക്കെ സെൻട്രൽ തീം എന്താണ്, പാത്തുമാസ് ഗോട്ടിലെ ഹ്യൂമർ എന്താണെന്ന് ചോദിക്കാം. ആൻഡ് ബഷീറിൻ്റെ 2 വർക്ക്സിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ സിത്താര എസിൻ്റെ ഫയർ എന്നുള്ള ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ചോദിക്കാം. ആൻഡ് ഓൾസോ സാറ ജോസഫിൻ്റെ റൈറ്റിംഗ്സിലുള്ള 2 തീം എന്താണെന്ന് ചോദിക്കാം. അവരുടെ മറ്റു വർക്ക്സ് എന്താണെന്ന് ചോദിക്കാം. മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ മലയാളം ഫിക്ഷനെ കുറിച്ച് ഒരു ഡിസ്റ്റിങ്ക്യൂഷ്മെന്റ് പോലെ ചോദിക്കാം. OV വിജയനെ എന്തുകൊണ്ടാണ് ഒരു റെവല്യൂഷണറി സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നതെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പാത്തുമ്മയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ആൻഡ് ഓൾസോ ഇൻസൈഡ് എവറി വുമൺ റൈറ്റർ എന്നുള്ള വർക്കിനകത്ത് മേജർ ഐഡിയാസ് എന്താണ്, ഹിഗ്വിറ്റയുടെ നറേറ്റീവ് സ്റ്റൈൽ എന്താണെന്ന് ചോദിക്കാം. പിന്നെ പൈതഗോറസ് എന്നുള്ള വർക്കിനകത്ത് ഫീമെയിൽ സബ്ജക്റ്റിവിറ്റിയെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് ആഫ്റ്റർ ദ ഹാങ്ങിങ് എന്നുള്ള വർക്കിനകത്തുള്ള ആ ഒരു എന്താ പറയുക അതിനകത്ത് എന്താണ് മേജർ തീമായിട്ട് വരുന്നത്, ഫാദർ സൺ റിലേഷൻഷിപ്പ് ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമൻ റൈറ്റേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, അദ്ദേഹത്തിന്റെ നോവൽസിനകത്ത് വരുന്നത് റിയലിസം അല്ലെങ്കിൽ ഹ്യൂമർ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഫിക്ഷന്റെ എവല്യൂഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊഡ്യൂൾ 2-നകത്തുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫിക്ഷണൽ വർക്ക്സിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എവല്യൂഷൻ ഓഫ് മലയാളം ഫിക്ഷൻ എന്ന് ഒറ്റയടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ മലയാളം ഫീമെയിൽ റൈറ്റേഴ്സ് എങ്ങനെയാണ് പേട്രിയാർക്കൽ സ്ട്രക്ചറിനെ ചലഞ്ച് ചെയ്തതെന്നുള്ളത് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ പാത്തുമാസ് ഗോട്ട് എന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടെക്സ്റ്റ് ആയിട്ട് മാറുന്നത് എങ്ങനെ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എലമെന്റ്സും കൂടെ ചേർത്തിട്ടുണ്ട്. പാത്തുമ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ്. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളും ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളും എലമെന്റ്സും എല്ലാം ചേർത്ത് പറയുക. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നോൺ ഫിക്ഷൻ ആണ്. അപ്പോൾ അതും ഇതുപോലെ ഓരോ വർക്ക്സും ആരെഴുതി എന്നുള്ളത് നോക്കുക, ഓരോന്നിൻ്റെയും പിന്നെ തീം എന്താണെന്ന് നോക്കുക. പിന്നെ ജെ ദേവികയുടെ എസ്സയുടെ മെയിൻ ഫോക്കസ് എന്താണ് ദളിത് ഹിസ്റ്റോറിയോഗ്രഫി, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക് ഈ ടേമൊക്കെ. പിന്നെ വിമൻസ് സോഷ്യൽ സ്പേസ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻ കേരള. പിന്നെ 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദളിത് റൈറ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് ഓറൽ ഹിസ്റ്ററീസ് ഇൻ കൺസ്ട്രക്റ്റിംഗ് കേരളാസ് പാസ്റ്റ്, മലയാളം നോൺ ഫിക്ഷൻ റൈറ്റിംഗിന്റെ 2 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മലയാളം നോൺ ഫിക്ഷൻ റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ ദളിത് റെപ്രസെൻറ്റേഷൻ ഇൻ കേരള അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നോ ആൽഫബറ്റ് ഇൻ സൈറ്റിനെ കുറിച്ച് ഒരു എന്താ പറയുക ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു ഇത് ചോദിക്കാം, ഷോർട്ട് നോട്ട് ചോദിക്കാം.
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ കൊച്ചുവിൻ്റെ ആ ഒരു കേരള ഹിസ്റ്ററിയെ കുറിച്ചുള്ളതും അതുപോലെ തന്നെ ദളിത് ബോയ്സിൻ്റെ ആ ഒരു ഡിസപ്പിയറൻസിനെ കുറിച്ചുള്ളതും ഒക്കെ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. പിന്നെ ഈ നോൺ ഫിക്ഷൻ റൈറ്റിംഗ് ഇൻ മലയാളം എന്ന് പറയുന്നത് ഇറ്റ് യൂഷ്വലി സ്റ്റാൻഡ്സ് ഫോർ ദി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ ഈ നോൺ ഫിക്ഷൻ റൈറ്റിങ്ങിനകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ മൊഡ്യൂൾ 3-ക്കകത്തുനിന്ന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എസ്പെഷ്യലി ദളിത് അല്ലെങ്കിൽ ഫീമെയിൽ സ്പേസിന് വേണ്ടി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ ആ എസ്സേക്കകത്ത് എഴുതേണ്ടത്. ഓക്കെ. പിന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദളിത് ആൻഡ് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ്, അത് ഈ മൊഡ്യൂൾ 3 നോക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ കെ കൊച്ചുവിനെയും ജെ ദേവികയും കൂടെ കമ്പയർ ചെയ്ത് ചോദിക്കാം. തീം, മെത്തേഡ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ് എന്നും പറഞ്ഞ് അങ്ങനെ ചോദിക്കാം. 2 എസ്സേയും കൂടെ കമ്പയർ ചെയ്ത് ചോദിക്കാം. നെക്സ്റ്റ് ഇസ് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഡ്രാമയാണ്. അപ്പോൾ ആ ലോൺ ടസ്കർ എന്നുള്ളത് ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. പിന്നെ കൊളോണിയലിസത്തിന് ഇമ്പാക്റ്റ് എന്താണ് ഇന്ത്യൻ ഡ്രാമയിൽ, ഒരു മേജർ മലയാളം ഡ്രമാറ്റിസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഡ്രാമ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ലോൺ ടസ്കർ ആരാണ് എഴുതിയത്, അതിൻ്റെ മെയിൻ തീം എന്താണെന്നുള്ളത് മറന്നു പോകരുത്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ മലയാളം ഡ്രാമ, എന്ത് മെസ്സേജാണ് ലോൺ ടസ്കറിലൂടെ നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എവല്യൂഷൻ ഓഫ് മലയാളം തിയേറ്റർ നോക്കി വെക്കുക. പിന്നെ അതുപോലെ എവല്യൂഷൻ ഓഫ് മലയാളം തിയേറ്റർ എന്ന് പറയുമ്പോൾ റോൾ ഓഫ് കാവാലം നാരായണ പണിക്കർ എന്തായാലും നിങ്ങൾ പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഡ്രാമാസ് എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ ടസ്കറിനകത്തുള്ള എന്ത് കൺസേണിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ കാവാലത്തിൻ്റെ യൂസ് ഓഫ് ഫോക്ലോർ മ്യൂസിക് ആൻഡ് റിതം ഇൻ ഹിസ് പ്ലേ ദ ലോൺ ടസ്കർ എങ്ങനെ വരുന്നു. കാവാലത്തിൻ്റെ മറ്റ് 2 വർക്ക്സുകളും പറ്റുമെന്നുണ്ടെങ്കിൽ വേറെ വർക്കുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു 3-4 സെൻറ്റൻസസ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ലോൺ ടസ്കറിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഡ്രമാറ്റിക് ടെക്നിക്കുകൾ ഏതാണെന്നും എവല്യൂഷൻ ഓഫ് മോഡേൺ ഡ്രാമ, കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, പിന്നെന്താണ് റൈസ് ഓഫ് മോഡേൺ മലയാളം തിയേറ്റർ, അല്ലെങ്കിൽ പിന്നെ ഡ്രാമയ്ക്കകത്ത് നമ്മുടെ കേരളത്തിൻ്റെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫങ്ഷൻസിനെ കുറിച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ആസ്പെക്റ്റിനെ കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡ്രാമാസിനകത്തുനിന്ന് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. ഓരോ ഡ്രാമയിലും എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് എഴുതിയാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.